ആണ് പീകോക്ക്-വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആലൻ ടി പീകോക്ക് ആൻഡ് ജാക്ക് വൈസ്മാൻ ആണ്. നമുക്ക് ഈ ഹൈപ്പോത്തിസിസ് എന്താണെന്ന് നോക്കാം. പബ്ലിക് എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ഇൻക്രീസ് ഇൻ എ സ്മൂത്ത് മാനർ ബട്ട് ഇൻ ഷാർപ്പ് ജെർക്കി മാനർ. പീകോക്ക്-വൈസ്മാൻ ഹൈപ്പോത്തിസിസ് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് പബ്ലിക്കിന് പുറത്ത് ചെലവാക്കുന്ന പൈസ, ആ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഒരു സ്മൂത്ത് വേയിലല്ല പോകുന്നത്, പിന്നെയോ അതിന് ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു വർഷം ഗവൺമെൻറ് 10 കോടി ചിലവാക്കുകയാണെങ്കിൽ അടുത്ത വർഷം 10 കോടി തന്നെ ചിലവാക്കണം, അല്ലെങ്കിൽ 15 കോടി 20 കോടി ഇങ്ങനെ പോകണമെന്ന് നിർബന്ധമില്ല. പിന്നെയോ 10 കോടിയിൽ നിന്ന് 8 കോടിയാകാം, പിന്നെ വേണമെങ്കിൽ 18 കോടിയാകാം. അങ്ങനെ പബ്ലിക് എക്സ്പെൻഡിച്ചർ അതായത് ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ ഒരു സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് രീതിയിലല്ല പോകുന്നത്, പിന്നെയോ അതിൽ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും എന്നാണ് പീകോക്ക്-വൈസ്മാൻ ഹൈപ്പോത്തിസിസ് പറയുന്നത്. അതിൻ്റെ ഡയഗ്രമാണ് ഈ കാണുന്നത്. നമ്മുടെ എക്സ് ആക്സിസിൽ ഇയറും വൈ ആക്സിസിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറുമാണ് ഉള്ളത്. കണ്ടോ, ഈ ഡയഗ്രാം ബിസിനസ് സൈക്കിളിൻ്റെ ഡയഗ്രാം പോലല്ലേ, ഒരു ഡിപ്രഷൻ, ഒരു ട്രഫ് ഏരിയ ഉണ്ട്, പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെയും ഡിക്രീസ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു സ്മൂത്ത് സ്ട്രെയിറ്റ് ലൈൻ അല്ല പബ്ലിക് എക്സ്പെൻഡിച്ചർ. ഇതിന് 3 എഫക്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ എഫക്റ്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ്. ഓൾഡ് ടാക്സ് ടു ന്യൂ ടാക്സ് ഡ്യൂ ടു വാർ, കലാമിറ്റി, ഇറ്റ് ഇസ് നോട്ട് റിവേഴ്സ്ഡ്. ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് വെച്ചാൽ ഒരു ടാക്സ് സിസ്റ്റത്തിൽ നിന്ന് പുതിയ ഒരു ടാക്സ് റേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ടാക്സ് ഉണ്ടായിരുന്നത് 100 രൂപയാണെങ്കിൽ പിന്നെ ടാക്സ് 150 രൂപയായി. ആ 150 രൂപയിൽ നിന്ന് പിന്നീട് ടാക്സിൻ്റെ സിറ്റുവേഷൻ, അതായത് വാർ, കലാമിറ്റീസ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പോലുള്ള കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും തിരിച്ച് 100 രൂപയിലേക്ക് വരുന്നില്ല. പിന്നെ ടാക്സ് കൂടിയാൽ ആ കൂടിയ ടാക്സ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, കാരണം ആൾക്കാർ അതുമായിട്ട് യൂസ്ഡ് ആകും. രണ്ടാമത്തെ എഫക്റ്റ് ആണ് ഇൻസ്പെക്ഷൻ എഫക്റ്റ്. ആസ് ഗവൺമെന്റ് ഗെറ്റ്സ് മോർ റവന്യൂ, എക്സ്പെൻഡിച്ചർ വുഡ് ഇൻക്രീസ്. ഗവൺമെന്റിന് കൂടുതൽ പൈസ കിട്ടുമ്പോൾ അത്രയും ഗവൺമെന്റ് ചെലവാക്കും. അതിനെയാണ് ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എഫക്റ്റ്. ആസ് ഇക്കണോമി എക്സ്പീരിയൻസസ് ഗ്രോത്ത്, ഗവൺമെന്റ് ആക്ടിവിറ്റി വുഡ് ഇൻക്രീസ്. ഒരു ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടായിരിക്കുമ്പോഴേക്കും, ഗ്രോത്ത് എന്ന് വെച്ചാൽ എന്താ, ഒരു ക്വാളിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് ഡെവലപ്മെന്റ്. അതേസമയം ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ആണ് ഗ്രോത്ത്. ആൻഡ് ഇൻക്രീസ് ഇൻ GDP, GNP എക്സെട്ര ക്യാൻ ബി ടേംഡ് ആസ് ഗ്രോത്ത്. ഗ്രോത്ത് ഉണ്ടായിരിക്കുമ്പോൾ ഗവൺമെന്റിന്റെ ആക്ടിവിറ്റി കൂടും, കാരണം ഗവൺമെന്റിന് റവന്യൂ കൂടുതൽ കിട്ടും. സോ വീണ്ടും ഗവൺമെന്റ് ഇക്കോണമിയിൽ ഇൻവെസ്റ്റ് ചെയ്യും ടു മേക്ക് ദ ഇക്കോണമി അച്ചീവ് എ ഗ്രേറ്റർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗ്രോത്ത്. ഇതാണ് നമ്മുടെ പീകോക്ക്-വൈസ്മാൻ ഹൈപ്പോത്തിസിസ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക്സ് ഫോർ ലിസണിങ്.